ഹായ് ഹലോ നമസ്കാരം ഗെയ്സ്. നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഡെയിലി വ്ളോഗ് എന്തായാലും ഇറക്കുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് അതിൻ്റെ കൂടെ വേറൊരു ചലഞ്ച് വീഡിയോയും കൂടെ ഇറക്കാം. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കുറേ ചലഞ്ച് വീഡിയോസ് ഇറക്കാൻ വേണ്ടി. പിന്നെ കൂടുതലും ഫുഡ് ചലഞ്ചാണ് ഞാൻ നോക്കി വെച്ചേക്കുന്നത്. അതെന്തായാലും അതുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ ചലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയുണ്ട് എൻ്റെ കയ്യിൽ. ഈ 100 രൂപ വെച്ചാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേരെന്ന് പറഞ്ഞത് സുബിൻ എന്നാണ്. അന്നേരം സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SUBIN. ഇങ്ങനെ 5 ഇത് വരുന്നുണ്ട്. അന്നേരം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 രൂപ കൊണ്ട് ഈ 100 രൂപ കംപ്ലീറ്റ് ആക്കണം, 100 രൂപ തികയ്ക്കണം. അത് കുറയാനും പാടില്ല. ഇപ്പോൾ ഒരു 99 രൂപയും പറ്റത്തില്ല, 101 രൂപ അങ്ങനെയും പറ്റില്ല. കറക്റ്റ് 100 രൂപ ഉപയോഗിക്കണം. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക. അന്നേരം എക്സാമ്പിൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ A for ആപ്പിൾ എന്ന് പറഞ്ഞ പോലെ തന്നെ S for ഇപ്പോൾ കഴിക്കുന്ന എന്ത് ഫുഡും നമുക്ക് മേടിച്ച് കഴിക്കാം. എന്ത് ഫുഡും നമ്മളെ തിരിച്ച് കടിക്കാത്തയോ നമ്മളെ തിരിച്ച് കഴിക്കാത്തതായിട്ടുള്ള ഏത് ഫുഡും ഇപ്പം ചെയ്യാൻ. ഉദാഹരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജ്യൂസ് ആവാം, മുട്ടായ ആവാം, ഫ്രൂട്ട്സ് ആവാം, വെജിറ്റബിൾസ് ആവാം, എന്തും ആവാം. ഈ ലോകത്ത് എന്ത് കിട്ടുമോ ആ സാധനങ്ങളെല്ലാം ആക്കാം. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ വെച്ചേക്കുന്ന എൻ്റെ ഇപ്പം സ്പെല്ലിങ് വരുമ്പോൾ 5 രൂപയെ വരുന്നുള്ളൂ. അല്ല, ഇന്നത്തെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ നിന്ന് എല്ലാ സാധനവും മേടിക്കാൻ പറ്റത്തില്ല. കുറഞ്ഞ ഒരു 3 കടയിൽ നിന്ന് സാധനം മേടിക്കണം. പിന്നെ സമയം എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം. അല്ലെങ്കിൽ 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്. കാരണം ഇവിടെ തിരക്കുള്ളതുകൊണ്ട് ആ സമയത്ത് എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഒരു 40 മിനിറ്റ് കൊടുക്കാം. ഈ 40 മിനിറ്റിനകത്ത് 5 സാധനവും മേടിക്കണം, 3 കടയിൽ നിന്നും മേടിക്കണം. ഗേസ് ടൈം ഇപ്പോൾ കാണിച്ചില്ല. ടൈം എത്രയെന്ന് പറയാം. ഇപ്പം എന്താ 2 മണി. ഉഴുന്നോടിക്ക് എത്ര? 10 രൂപ. സമൂസ അത് രണ്ടും ഒരേന്ന് വെച്ചോ? ഒരു ഉഴുന്നവടയും ഒരു സമൂസ. ഇത് തിരുവല്ല പ്രൈവറ്റ് സ്റ്റാൻഡ് അവർ ഓപ്പോസിറ്റ് കടയുന്ന S for സമൂസ, U for ഉഴുന്നവട. ഇത് രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോന്നിനും 10 രൂപയ്ക്ക് 20 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഇത് നമുക്ക് 80 രൂപ. ബാക്കി 80. പെട്ടെന്ന് ബാക്കി 80 പെട്ടെന്ന് ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുക. 50 അല്ലല്ല 50 20 അങ്ങനെ ബാക്കി 80 രൂപ. നമ്മളങ്ങനെ അടുത്ത കടയിൽ വന്നേക്കുവാണ്. ഈ കട ബർഗറിന് എത്ര? ചിക്കൻ എത്ര? ചിക്കൻ 45. ആ ഒരു ബർഗർ അല്ലല്ല പാഴ്സൽ പെട്ടെന്ന്. ഐസ്ക്രീം ഏറ്റവും കുറഞ്ഞ ഏതാ ഉള്ളത്? 10-ൻ്റെയോ? 40, 50, 65. 25 ഐസ്ക്രീമും ഒരിതും ബർഗറും. നമ്മളതിനടുത്ത് അങ്ങനെ ഐസ്ക്രീം എടുക്കാൻ പോവാണ്. ഏതൊക്കെ ഐസ്ക്രീം ഒന്ന് കാണിക്കാൻ? ഇതിന് എത്ര കപ്പിന്? ഇത് 25. ഇത് മതി. അങ്ങനെ നമ്മളൊരു കപ്പ് ഐസ്ക്രീമും ഒരു ബർഗറും മേടിച്ചിട്ടുണ്ട്. അന്നേരം അതിനെത്രയാണ് ബർഗർ? 45. 45 50 70 രൂപ ആയിട്ടുണ്ട്. 70 രൂപ. എടുത്തോളാം. 70. അന്നേരം നമ്മൾ B for ബർഗറും I for ഐസ്ക്രീമും എടുത്തിട്ടുണ്ട്. അന്നേരം ഇവിടെ ഇപ്പം മൊത്തം 70 രൂപ ആയിട്ടുണ്ട്. അങ്ങനെ 90 രൂപ തീർന്നിട്ടുണ്ട്. ലാസ്റ്റിന് ഒരു 10 രൂപയേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഈ 10 രൂപ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. പക്ഷേ എനിക്കൊരു മണ്ടത്തരം പറ്റി. ഐസ്ക്രീം 25 രൂപയുടെ മേടിക്കണ്ടായിരുന്നു. ഇനി ഈ 10 രൂപ വെച്ച് ഇനി എന്നുള്ള എന്തോ മേടിക്കും, N4 എന്തോ മേടിക്കും. ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നോക്കട്ടെ. ഏതെങ്കിലും കടകളിൽ പോയിട്ട് എന്നെ കൂട്ടി എന്താണ് ഉള്ളത് സാധനം നോക്കട്ടെ. 10 രൂപയ്ക്കകത്ത് കിട്ടുന്നത് മുട്ടായി ആണോ എന്തേലുമൊക്കെ കിട്ടുമെങ്കിൽ അത് മേടിക്കാൻ നമുക്ക് തിന്നാം. പച്ചക്കറി നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. എന്തായാലും നോക്കാം. ഇനി അടുത്ത കടയിലേക്ക് പോവാം. നമ്മളൊരു കടയിൽ വന്നിട്ടുണ്ട്.
കൂട്ടത്തിലൊന്നും എന്നെ കൂട്ടി ഒന്നും കാണുന്നില്ല. ഇവിടേക്ക് മുട്ടായി ആയിക്കോട്ടെ. ഈ നൂഡിൽസിന് എത്ര ചെറുത്? 57. ഈ എന്നെ കൂട്ടി എന്തെങ്കിലും ഉണ്ടോ? ചെറുത് മുട്ടായോ അങ്ങനെ എന്തെങ്കിലും? ഈ ഒരു ഇത് വീഡിയോ എടുക്കുവാണ്, എന്നാലും എനിക്ക് എന്നെ കൂട്ടിയോടെ ഒരു സാധനം വേണം. ഒന്ന് മുട്ടായി എന്തെങ്കിലും മതി. ഇപ്പം ആവശ്യത്തിന് നോക്കുമ്പോൾ കിട്ടത്തുമില്ല. ആയിരിക്കുന്ന മുട്ടായികൾ എന്തെങ്കിലും ഇത് മൊത്തം ഇങ്ങനത്തെ സാധനമാണ്. ഇതുപോലെ വേറെ പേരുള്ളതൊന്നും ഇല്ല. ഓക്കെ, താങ്ക് യു. ഈ കടയിൽ അങ്ങനെ പാളി എന്നെ കൂട്ടി ഒരു സാധനവും കിട്ടുന്നില്ല. ചലഞ്ച് എന്താവോ ഒന്നും അറിയത്തില്ല. പറ്റിയ മണ്ടത്തരം. പക്ഷേ എന്തായാലും സമയം കളയുന്നില്ല, അടുത്ത കടയിൽ ചെന്നിട്ട് കാണാം. കിട്ടി എന്നെ കൂട്ടി. ഇനി അടുത്ത പച്ചക്കറി കടയിൽ നെല്ലിക്ക അത് മേടിക്കാം. ഓക്കെ, ഇനി പച്ചക്കറി കട ചെന്നിട്ട് കാണാം. ഇത് 3ാമത്തെ പച്ചക്കറി കടയിലാണ്. കിട്ടുമോ നടത്തും. നെല്ലിക്ക എങ്ങും കിട്ടാനില്ല. ഇവിടെയില്ല ചേട്ടാ. നെല്ലിക്ക വേണം. 10 രൂപയ്ക്കുള്ളതാണ്. 1, 2, 3. നെല്ലിക്ക കിട്ടി. അവസാനം സോറി, താഴെ പോയോ? 1, 2 മതി. 10 രൂപയ്ക്ക് എത്ര ഇട്ടത് മതി? 1000 മതി. അതിക്ക് തന്നേരും ഒരു വീഡിയോ എടുക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ 5 സാധനവും നമ്മൾ മേടിച്ചിട്ടുണ്ട്. 3 കടയിലായി നിന്ന് 5 സാധനം മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്ക് ബാലൻസ്. പെട്ടെന്ന് പോവുക, ഫുഡ് കഴിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ. അതെ, അതൊരു ബാഗുണ്ട്. ബാഗ് സൂം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതെന്തായാലും ഞാൻ ബാഗിലോട്ട് എടുത്ത് വെക്കാം. കാണാം. ബാഗ് എന്നാലും ഒരു 5 നെല്ലിക്ക വന്നു കേട്ടോ. വേണ്ട, ഇനിയും 10 മിനിറ്റ് കൂടെ ഉള്ളൂ. നമുക്ക് നെവരെ ഇന്ന് പെട്ടെന്ന് പോയി കഴിക്കാം. ഒന്നും കഴിച്ചിട്ടില്ല. ശരിയാണ്, ബൈ. അങ്ങനെ നമ്മൾ സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്. സമയം കുറവാണ്. അതായി ഓടുന്നത്. സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം തിന്നണം. ഏതെങ്കിലും സ്പോട്ട് നോക്കിയിരിക്കാം. ഇവിടെ തന്നെ ഇരിക്കാം, നമുക്ക് കുഴപ്പമില്ല. ബാഗിനകത്ത് സാധനം എല്ലാം ഉണ്ട്. കാണിച്ചു തരാം. ബാഗ് കിതയ്ക്കണ ഓരട്ടെ. അറിയത്തില്ല, ഹെൽമെറ്റ് വെച്ച് ഞാൻ മുടിയൊക്കെ എങ്ങനെയാണെന്ന് ആർക്കറിയാം. ബാഗിനകത്ത് ഇതേ സാധനങ്ങളെല്ലാം ഉണ്ട്. തുറക്കട്ടെ. ഓൾറെഡി വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഒരു കുപ്പിക്കകത്ത് ഓൾറെഡി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു പത്രപ്പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം മേടിക്കാം, വെക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ നല്ലതല്ല. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മിനിറ്റുകളുണ്ട്. അങ്ങനെ 8 മിനിറ്റുകളുണ്ട്. ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കാണ്. പത്രപ്പേപ്പർ ഉണ്ട്, അതിനകത്താണ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ബർഗർ വേണ്ട 5 സാധനം. ഐസ്ക്രീം, സമൂസ, ഇവിടെ ഉഴുന്നോട എന്ന് പറയും ഇതിന്. ഇത് ബർഗർ, പിന്നെ നെല്ലിക്ക. ആദ്യം അന്നേരം S4
സമൂസ. നമ്മൾ സമൂസയാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര എണ്ണം. അങ്ങനെ എസ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ യു എന്ന് പറയുമ്പോൾ എസ് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത യു ഉഴുന്നുവട. യുവും കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്ത ബി ഫോർ ബർഗർ. 45 രൂപയുടെ ബർഗർ കേട്ടോ. അഞ്ച് മിനിറ്റൂടെ ബാലൻസ്. ഇങ്ങനെ ബി ഫോർ ബർഗർ എതിരെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പം. കൊള്ളാം. വാച്ചൂരി കാണിക്കും, സമയം കാണിക്കും നിങ്ങളുടെ കറക്റ്റ്. ഏ 35, 2:35. ആക്രാന്തം അല്ല കേട്ടോ. ഈ ചലഞ്ച് ആകുമ്പം നമ്മൾ ഈ രീതി പെട്ടെന്ന് കഴിക്കണ്ടേ. ടെൻഷൻ. SUB I for ഐസ്ക്രീം. ഓ, ഞാൻ ഓർത്ത് ഇത് വെള്ളമാവും, അലിഞ്ഞൊരു പരുവാവുമെന്ന് വിചാരിച്ചു. ആയില്ല. ഏതായാലും കൊള്ളാം. അടുത്ത നെല്ലിക്ക. നമ്മുടെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കയും കൂടെ ഉള്ളത്. അടുത്ത സുബിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ എന്നും കൂടെ ഉള്ളു. N for നെല്ലിക്ക. കുറച്ച് പുളി കാര്യങ്ങളൊക്കെ ഉണ്ട്. പട്ടി കടിക്കാതിരുന്നാൽ മതിയല്ല. എല്ലാം ഏകദേശം 2 അടി 3 അടി വെച്ച് എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചലഞ്ച് നമ്മൾ അവസാനിപ്പിച്ചേക്കാണ്. അങ്ങനെ നമ്മൾ വിൻ ചെയ്തേക്കുവാണ്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തു ആ ചലഞ്ച്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:37. നിങ്ങൾക്ക് കാണാവോ? 2:37. 2:40 വരെയായിരുന്നു നമ്മുടെ സമയം എന്ന് പറഞ്ഞാൽ നമ്മളത് 2:37 കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. നമ്മൾ ചലഞ്ച് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തേക്കുകയാണ് ഗൈസ്. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം കുറേ നമ്മൾ ഓടി. കുഴപ്പമില്ല. അടുത്തൊരു ഫുഡ് ചലഞ്ച് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അന്നേരം നമുക്ക് വേറെ ആരെയൊക്കെ വെച്ചൊരു കോമ്പറ്റീഷൻ പോലെ നമുക്ക് ചെയ്യാം. എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പുറത്തു പോയി ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ഇങ്ങനെ ഈ സമയം വെച്ച് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. ഏതായാലും എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ എങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരെയും കൊണ്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഏകദേശം ഒരു 1000 പേരെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണുവരെ വളരെ സന്തോഷമായേരം. ഏതായാലും ഞാൻ ഇനിയും വീഡിയോ ഇടും. നിങ്ങൾക്ക് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ടും വേറെ ചലഞ്ച് വീഡിയോ ആയിട്ടും കാണും വരെ ബൈ.